ഇപ്പൊ അതിൻ്റെ കൂടെ ഇപ്പൊ മൈത്രേനെ യുവൽ നോവൽ ഹരാരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പുള്ളി AI പേടിക്കണമെന്നൊക്കെ പറയുന്നത് തെറ്റാന്ന് പറയുന്നത്. അതാ പറഞ്ഞ അയാൾക്കൊക്കെ അപ്പൊ വിഷയം അറിഞ്ഞുകൂടാതെ മിണ്ടുന്നതിനെ പറ്റിയാണ്. ഞാൻ അതിനെപ്പറ്റി അല്ല ഒന്നും അതിനകത്ത് ആലോചിക്കുന്നില്ല. അതിനകത്ത് ഇപ്പൊ മൈത്രേയൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 3 കോടി വർഷം കൊണ്ടാണ് ജീവൻ ഒരു കോൺഷ്യസ്നെസ്സും സെൽഫും അതാണ് ഉണ്ടായത്. ജീവനാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അയാളൊക്കെ അതൊക്കെ പറയുന്നത്. അയാൾക്ക് ബയോളജി ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ എന്ത് പറയാനാ? അല്ല ഇതിനകത്ത് കോൺഷ്യസ് ഹരാരി തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കോൺഷ്യസ്നെസ് ഡിജിറ്റലായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് അയാൾ ഞാൻ പറയുന്നത്. പറഞ്ഞില്ലേ, ഇതൊക്കെ പറയുമ്പോ അയാൾക്ക് ജീവനെ പറ്റി ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തോ പറയാനാ അതിനൊക്കെ. അല്ല അതിനെന്താണ് ഇയാള് മൈത്രേയന്റെ പവർ ഉത്തരം എന്താ? ഇയാള് വെറുതെ നോക്കുക, ഒരു പവർ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ റോബോട്ട്സ് എങ്ങനെ വർക്ക് ചെയ്യും? ഇയാൾ കറണ്ട് പോയെന്ന് വിചാരിച്ചാണ് ഇയാൾ ജീവൻ ഇല്ലാത്തവനാവുമോ? ഇല്ല. അത്ര ലളിതമല്ലേ ഇതൊക്കെ? ഞാൻ ഇനിയും പറയേണ്ടി വരുന്നത്, വിഷയ വിവരം ഇല്ലാത്തവന്മാര് ലോകത്തിനെ പറ്റി അയാള് ചരിത്രം പറഞ്ഞാൽ മതി. അതിന് പകരം അയാൾ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി പറയുന്നതുകൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. ബയോളജിയാണ് അയാൾക്ക് അറിഞ്ഞൂടാത്തത്. ഇയാള് തന്നെ ആലോചിക്ക്, കൊടുങ്കാറ്റടിച്ച് കറണ്ട് പോയി കഴിഞ്ഞാൽ സകല റോബോട്ടും ചത്തുപോകും. ചത്തുപോകും. പിന്നെ അതിന് തിരിച്ച് ഇയാള് അത് വന്ന് നമ്മളെ പിടിച്ച് തിന്നുകളയോ എന്ന് പറഞ്ഞിട്ടാണ് അയാളൊക്കെ പറയുമ്പോ നമുക്ക് നാണം തോന്നും. ഞാനെന്ത് പറയാനാ? അല്ല അപ്പൊ അത്ര മൈത്രേയന് ബുദ്ധിയില്ല എന്ന് അറിയണം. അയാൾക്ക് ചില വിഷയങ്ങൾ അറിയുന്നതാണ് കൊണ്ട് അയാൾക്ക് ബുദ്ധി ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. അതുകൊണ്ടാണ് അതങ്ങനെ അല്ല മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, റോബോട്ടിന് ഒരിക്കലും ഒരു സെൽഫ് ഐഡന്റിറ്റി ഉണ്ടാവത്തില്ലെന്ന്. പറ്റത്തില്ല. കാര്യമുണ്ട്, ഇയാള് ഈ കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഈ നമ്മൾ എത്രയോ കോടി വർഷം കൊണ്ട് ഇവോൾവ് ചെയ്തു വന്ന എബിലിറ്റികളാണ് നമ്മൾ ഈ പറയുന്ന ജീവൻ എന്നൊക്കെ പറയുന്നത്. അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലാബിനകത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് ഈ ആളുകളുടെ ഒരു കൊതിയാണ്, അല്ലാതെ ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? കമ്പ്യൂട്ടറിന് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന് അതിന്റെ പ്ലഗ് ഊരിയ അവിടെ വെച്ച് തീരുക അതിന്റെ ബുദ്ധി. അത്രേ ഉള്ളത്. നമ്മളത് അറിയണം. അല്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സാങ്കേതിക വിദ്യയും മനുഷ്യനെക്കാട്ടിലും കേപ്പബിൾ ആയിട്ടല്ലേ? ഇപ്പം മനുഷ്യനേക്കാൾ വണ്ടിയാണെങ്കിൽ. കേപ്പബിൾ ആകുന്നു എന്ന് പറയുന്നത് മനുഷ്യരുടെ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ മനുഷ്യൻ എന്ന് പറയുന്ന ആള് ഈ പണിയൊക്കെ ചെയ്യാനായിട്ടിരിക്കുന്ന ആളല്ല. നമ്മൾ ഉണ്ടാക്കിയ വസ്തുക്കളാണത്. ആനയെ മെരുക്കി ഇയാൾ കൊണ്ട് നടക്കുന്ന സമയത്ത് ആനയ്ക്കുള്ള കഴിവ് പോലും ഒരു റോബോട്ടിന് ഉണ്ടാകത്തില്ല. കാരണം അതിന് തന്നെത്താൻ തിന്നിട്ട് ജീവിക്കാൻ പറ്റും. ഇത് അങ്ങനെയൊന്നും കഴിയില്ല. സിലിക്കൺ ബേസ്ഡ് ആയിട്ടല്ലേ ഒരു ചിപ്പ് ഉണ്ടാകുന്നത്. ഉം, ഉം. എത്ര ചെറിയ ഒരു ഏരിയയിലുള്ളതാണ്. നമ്മളൊക്കെ എത്ര സിസ്റ്റങ്ങൾ ചേർന്നതാണ് ജീവൻ എന്ന് പറയുന്നത് അറിയാമോ? അതൊന്നും അറിയാത്തതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. തലയാണ് നമ്മൾ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഹാർട്ട് പമ്പ് ചെയ്ത് ഇത് കൊടുത്തില്ലെങ്കിൽ ഒരു തലയും വർക്ക് ചെയ്യത്തില്ല. വലിയ സിസ്റ്റങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ അറിയാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. നമ്മൾ കുറച്ച് കണക്ക് എഴുതാനും കണക്ക് കൂട്ടി പറയാനും ഒക്കെ കഴിവുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന പണി ചെയ്യാനുള്ള ഒരു നല്ല അടിമയാണത്. ഇനി തൊട്ട് മനുഷ്യർക്ക് അടിമകളായിട്ട് റോബോട്ട്സിനെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ മതി. അല്ല AI വന്ന് നമ്മളെ തിന്നുമെന്നൊന്നും അല്ല പറയണ്ടേ. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന, രൂപപ്പെടുത്തുന്ന ഒന്ന് അതിന് അത് ചെയ്യുന്ന പണി നമുക്കിപ്പോ ഏഹ്, ഒരു ബുൾഡോസർ ആക്ട് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ അത്ഭുതം. പക്ഷെ അതിനകത്ത് ഒരു ഡ്രൈവർ ഇരുന്നാണ് ആ പണിയെല്ലാം ചെയ്യുന്നതെന്ന് കാരണം ഡ്രൈവറുടെ എക്സ്റ്റൻഷൻ ആണ് ആ ബുൾഡോസർ. ഉം. അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നമ്മൾക്ക് നമ്മുടെ വിചാരം നമ്മുടെ ഈ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം അപ്പുറത്തെ ഒരു ജീവിയിൽ ഉണ്ടായി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുത്തെ എന്താണ് എന്തുമാത്രം ഇന്റലിജൻസ് ഉണ്ട് ഓക്ടോപസിന്. അതിന് എന്നിട്ട് നമ്മളെ റീപ്ലേസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതൊക്കെ വിഷയം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മള് ആ ആ പറയുന്നത് പോലെ അല്ല അതൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയേണ്ടത്. എത്രയോ ആയിരക്കണക്കിന് സിസ്റ്റങ്ങൾ ചേർന്നുണ്ടായി വന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന കോംപ്ലക്സ് ആനിമൽസ് എന്ന് പറയുന്നത്. അതിനെ ഒന്നും ഈ പറയുന്ന കണക്ക് കൂട്ടാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിർമ്മിക്കാനുള്ള കഴിവ് കൊണ്ടുണ്ടാകുന്നതല്ല.
അതുപോലെ ഇയാളെ പോലെ ഇപ്പൊ നമ്മളെ രണ്ടുപേരെ പോലെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന പോലെ അല്ല അത്. അങ്ങനത്തെ ഉദ്ദേശങ്ങളൊക്കെ അതിനൊന്നും ഉണ്ടാകാനൊക്കത്തില്ല. കോമ്പറ്റീറ്റീവ് ആയിട്ട് പരസ്പരം അടിച്ചു വളരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കോംപ്ലക്സ് ആനിമൽസ് ഉണ്ടാകുന്നത്. ഒരു അവർക്ക് വേണ്ടി വരുന്ന ജീവിതത്തിന് അപ്പുറത്തിരിക്കുന്ന ആള് ചിന്തിക്കുന്ന എന്തിനാണെന്ന് അറിഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകണ്ടേ. ഈ ആഗ്രഹമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നതൊന്നും ഈ കമ്പ്യൂട്ടറിന് പറ്റത്തില്ല. ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ ഹരാരി ഒരിക്കൽ പറയുന്ന കേട്ടതാണ് ഈ AI മനുഷ്യനോട് കള്ളം പറഞ്ഞു കാര്യം കള്ളം സാധിച്ചെടുക്കുന്നു. പറഞ്ഞെന്ന് വിചാരിച്ച കാരണം കൊണ്ട് ഒരു കൊച്ചു കള്ളം പറയുന്നത് വരെ ഉള്ളു. അത് കള്ളം പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് അയാൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ല എല്ലാ അതിന്റെ കടുവയും ഇയാള് ആ, നോക്ക്, എല്ലാ കടുവയും പമ്മിയാണ് പോയിട്ടാണ് മാനിനെ പിടിക്കുന്നത്. അതുകൊണ്ട് കള്ളമാണ് അത് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത്. കടുവ എന്തുകൊണ്ടാണ് ധൈര്യപൂർവ്വം എണ്ണീറ്റ് നടന്നു വരാത്തതെന്ന് ഒരു മാൻ ചോദിക്കുവാണെങ്കിൽ അതിന് ഒരിക്കലും മാനിനെ പിടിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ലേ വരുത്തുള്ളൂ. അതൊക്കെ ഈ ഇങ്ങനൊന്നും ഒരിക്കലും ഒരു മെഷീന് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഹരാരയുടെ എന്താ പറയണ്ടേ, നെയ്വിറ്റി എന്ന് ഞാൻ പറയും. നെയ്വ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. ബാലിശം എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതൊക്കെ. അതിലൊക്കെ കണ്ടിട്ട് എന്തോ ഭയങ്കര സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് വെറുതെ ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ പവർ ഫെയിലിയർ ഉണ്ടായാൽ പണി കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാറ്ററി തീർന്നു പോയാൽ ഒരു റോബോട്ടിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി അതല്ല, ഇനി അത് സോളാർ എന്ന കഴിഞ്ഞ ദിവസം ഒരുത്തൻ എനിക്ക് പറയാണ് അത് സോളാർ ഒക്കെ വെച്ചിട്ട് അതങ്ങോട്ടങ്ങ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നാൽ എവിടെ പോയിട്ട് അത് ശരിയാക്കി എടുക്കും. ഇതില് ഇതൊക്കെ നമ്മൾ ഈ പറയും, നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോ ചെയ്യുന്ന ഒരു സാധനത്തിനെ കണ്ട് പേടിക്കുന്ന മനുഷ്യന്മാരെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? അത് ജീവനെ പറ്റിയൊക്കെ ഒരു തീരെ ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഒരു ബാക്ടീരിയക്ക് പോലും റോബോട്ടിനേക്കാളും കഴിവുണ്ടാവും. നമുക്ക് നല്ല കഴിവുണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. കൊറോണ വരുമ്പോൾ നമ്മൾ നല്ലോണം പാടുപെടുന്ന നമ്മൾ കാണുന്നില്ലേ? അത്ര പാടാണ് അതൊക്കെ. ജീവൻ എന്ന് പറയുന്നത് ഭയങ്കര സർവൈവൽ കഴിവുള്ള ജീവിയാണ്. അല്ലാതെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മാത്രമല്ല. അതൊക്കെ ഈ വിഷയം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തുരുമ്പിക്കും. ഇനി തുരുമ്പില്ലാത്ത സാധനങ്ങളാണ് ഞാൻ അതിനകത്ത് വെച്ച് ഫിറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാല് അതിനെല്ലാം കൊറോഷനും കൊറോസീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. അതൊക്കെ മാറ്റാനും എടുക്കാനും ഒക്കെ വേണ്ടി വരും. അ- അടുത്ത അപ്പൊ ഈ 1000 വർഷം ആ, കമ്പ്യൂട്ടർ ഇങ്ങനെ ഇരുന്ന് ജീവനായിട്ട് മാറും. ഇതുവരെ നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവനായിട്ട് മാറിയാലേ ഈ പറയുന്ന എബിലിറ്റികൾ ഉണ്ടാവുള്ളൂ. അതിന് എത്ര സെൻസസ് ഉണ്ട് ഇയാൾ തന്നെ നോക്ക്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കണ്ണും ഏഹ്, പിന്നെ കേൾവിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെൻസസ് ഒക്കെ അതിനുള്ളു. അങ്ങനൊന്നും അല്ല നമുക്ക് ഒത്തിരി സെൻസസ് ഉള്ള ജീവിയാണ്. പലതരത്തിൽ ജീവിക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ജീവിക്കും. അതൊക്കെ വേറൊരു കാര്യമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വിഷയം അറിഞ്ഞുകൂടാത്ത മനുഷ്യര് ഉമ്മാക്കിയെ ഉണ്ടാക്കി പേടിക്കുന്നതിന്റെ പ്രശ്നമാണത്. കണ്ണാടി നോക്കി പേടിക്കുന്ന പോലെയാണ് ആരാരോ പറയുന്നത്. നമ്മൾ അനങ്ങുന്നൊക്കെ പോലെ തന്നെയാണ് അകത്ത് നിന്ന് അത് അനങ്ങുന്നുണ്ട്, അതുപോലെ ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കണം. നിഴലിനെ പേടിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ആ പറയുന്നത്. ഇരുട്ടത്തെ ഭൂതത്തിനെയാണ് പേടിക്കുന്നത്. ലൈറ്റ് അടിച്ച് നോക്കിയാൽ മതി, അതങ്ങ് പോവും. ഇതുപോലെ അറിയേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ ചില ഇന്റലിജൻസ് ഇപ്പൊ എത്രയോ വർഷത്തിന് മുമ്പ് തന്നെ സകല ചെസ്സിനകത്തും ഡീപ് ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ജയിക്കും. അത് കാരണം കൊണ്ട് അതിന് ഭയങ്കര ബുദ്ധിയാണെന്നൊന്നും ആരും വിചാരിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വിഷയം അറിഞ്ഞുകൂടാതെ ആളുകൾ അത് മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കക്കാരൻ ഈ നാട്ടിലെല്ലാം നടന്ന് ബോംബ് ചെയ്യുന്നതിനെ പറ്റി ആരും ചർച്ച ചെയ്യാതിരിക്കാനാണ്. ഗാസയിലെയൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആരാരെയൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ലോകത്ത് ഉണ്ടാകുന്ന ഒരു മനുഷ്യനോളം അപകടകരമായ ഒന്നും തന്നെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. ഓരോ കുഞ്ഞും ഓരോ റോബോട്ടിനേക്കാളും കഴിവുള്ളതാണ്. അന്ന് അതുങ്ങളെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നതിനെ പറ്റി എന്താണ് അയാൾ പറയാത്തത്? മനുഷ്യനോളം അപകടകരമായ യാതൊന്നും ഇല്ല. അപ്പൊ എല്ലാ ദിവസവും കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ട് എന്തെല്ലാം ഹരാരെയും ഒക്കെ സാധ്യമല്ലേ?
ഹിറ്ററൊക്കെ ആകരുതോ? ഈ മനുഷ്യരാണ് ഇതൊക്കെ ആകാൻ പറ്റുന്നത്. എന്നാൽ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുന്നതിനെ പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് വിഷയം അറിഞ്ഞുകൂടാത്തോണ്ടല്ല. അതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടി ചെയ്യുന്ന പണികളാണ്. ഈ അനീതിയുള്ള ലോകം മുഴുവൻ നടന്ന് ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ചർച്ച ചെയ്യാതിരിക്കാനും ക്ലൈമറ്റിനെ പറ്റിയൊക്കെ മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂതത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നത്. അല്ലാതെ വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി മിണ്ടുന്ന മനുഷ്യന്മാരാ അതൊക്കെ. അല്ലാതെ യഥാർത്ഥത്തില് ഉണ്ടായ ധനമൊക്കെ ആറ്റം ബോംബ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ തലയിലിടാൻ വേണ്ടി ഇരിക്കുന്ന മനുഷ്യനോളം അപകടകരമായിട്ട് യാതൊന്നും പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനെയും പേടിക്കുന്നതിനേക്കാളും കൂടുതലൊന്നും ലോകത്ത് ഒന്നിനെയും പേടിക്കണ്ട. ഈ കഴുതുകളെയാണല്ലോ അത് റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങ് റീപ്ലേസ് ചെയ്യട്ടെ. എന്തായാലും ഇവനൊക്കെയാണല്ലോ റീപ്ലേസ് ചെയ്യുന്നത്. ഈ ട്രംപിനെയും മോദിയൊക്കെ ആണല്ലോ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങ് മാറ്റട്ടെ. അത്ര മനുഷ്യനെ പറ്റി അത്ര വലിയ നല്ല സ്വപ്നം ഒന്നും വെച്ച് പുലർത്താൻ കൊള്ളാവുന്ന ഒന്നും തന്നെ അത് ഇതുവരെ കാണിച്ചിട്ടില്ല.